ഒരിക്കൽ കൂടി നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോണിക് സെക്ഷൻ, 3 ഡയമെൻഷണൽ ജോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് 3 പാഠമാണ് ഇവിടെ റിവൈസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം കോണിക് സെക്ഷൻസ്. കോണിക് സെക്ഷനിൽ നമുക്ക് 2 ഫോക്കസ് ഏരിയ ഉള്ളൂ. ഒന്ന് പരാബോള, 2 എലിപ്സ്. ഈ പരാബോള നമുക്കിവിടെ ബോർഡിൽ ഞാൻ 4 ടൈപ്പ് പരാബോള നമ്മൾ പഠിച്ചതാണ്. y² 4ax, അത് x ആക്സിസിലായിരിക്കും പരാബോള. -4ax എന്ന ഇപ്പുറത്തെ സൈഡായിരിക്കും. അതുപോലെ x² 4a എന്ന് പറയുമ്പോൾ അത് y ആക്സിസിലായിരിക്കും ആ പരാബോള. അതിൻ്റെ മൈനസ് ആകുമ്പോൾ y ആക്സിസ് തന്നെ താഴെ ആയിരിക്കും. ഇങ്ങനെ 4 തരം പരാബോള നമ്മൾ പഠിച്ചതാണ്. ഈ 4ന്റെ ഫോക്കസ്, ഡയറക്ട്രിക്സ്, ലാറ്റസ് റെക്ടം ആൻഡ് ആക്സിസ്, ഇത്രയും കാര്യങ്ങൾ 4 വേറെ വേറെയാണ്. അത് നമ്മൾ പഠിച്ചതാണ്. ഈ 4ന് ഞാൻ ക്ലാസിഫൈ ചെയ്ത് ഈ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് നോട്ടിൽ വരച്ചെടുക്കുക, അല്ലെങ്കിൽ പുസ്തകത്തിലുള്ളതാണ്. ഇപ്പം നമുക്ക് ഇതിന്റെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കത് എക്സസൈസ് 11.2 ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്: y² -8x. അപ്പോൾ ഇത് y² എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അത് മൈനസ് വരുമ്പോൾ ഇതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചറിയുക. അപ്പൊ അത്രയും ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നമ്മൾ ആദ്യം എ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നോക്കിയേ, -4a അല്ലെങ്കിൽ 4a = 8 ആണ്. കാരണം ഈ ഫോർമുല അപ്ലൈ ചെയ്യുവാണെങ്കിൽ -4a സ്ഥാനത്ത് -8 ആണ്. അപ്പോൾ 4a = 8, a = 2 എന്ന് വരും. അപ്പൊ a കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോന്ന് എഴുതാം. എന്തുവരും? ഫോക്കസ് = -a,0, that is -2,0. ഡയറക്ട്രിക്സ് = x = a ആണ്. what is a? a യുടെ വില 2. and lattice rectum = 4 into a, that is = 4 into 2, a 2 ആണ്, = 8. and axis, ഇതിന്റെ ആക്സിസ് x ആക്സിസ് ആണ്. x ആക്സിസിലാണ് പരാബോള. അപ്പൊ ഇതിന്റെ ആക്സിസ് x ആക്സിസ്. ഇങ്ങനെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിന് 3 മാർക്ക്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. x² = 6y. x² = 6y. അപ്പൊ ഇതിന്റെ പരാബോള ഇതാണ്. x² എന്ന് പറയുമ്പോൾ y ആക്സിസിലായിരിക്കും, y² എന്ന് പറഞ്ഞാൽ x ആക്സിസിലായിരിക്കും. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ x² = 6y എന്ന് വരുമ്പോൾ 4a യുടെ വില 6 ആണ്. സോ a = ഇത് വെട്ടിയ 3/2. a യുടെ വില കിട്ടുവാണെങ്കിൽ ഇതിന്റെ ഫോക്കസ് 0,a എത്ര? 3/2 ആയിരിക്കും. അതുപോലെ ഡയറക്ട്രിക്സ് y = -a, that is -3/2. അതുപോലെ ലാറ്റസ് റെക്ടം = 4a, that is 4 into a യുടെ വില 3/2 വെട്ടിയ 2, that is = 6 വരും. ആക്സിസ്, ഇവിടുത്തെ ആക്സിസ് y ആക്സിസ് ആണ്. y ആക്സിസിലാണ് പാരാബോള. അപ്പൊ ഇതിന് 3 മാർക്ക്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വരാം. ഇനി നമുക്ക് നേരെ തിരിച്ച് ഫോക്കസും ഡയറക്ട്രിക്സും തന്ന് ആ പരാബോളയുടെ ഈക്വേഷൻസ്. 7ാമത്തെ ക്വസ്റ്റ്യൻ 7 ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഫോക്കസ് ഇവിടെ പറയുന്നത് 6,0, ഡയറക്ട്രിക്സ് x = -6. ഫോക്കസ് നോക്കിക്കേ, y യുടെ വില 0. അപ്പൊ y യുടെ വില 0 വന്ന ആ ഫോക്കസ് x ആക്സിലായിരിക്കും. x ആക്സിസിൽ ഫോക്കസ് വരുന്നത് ഈ 2 പരാബോളയില, y ആക്സിസിൽ ഫോക്കസ് വരുന്നത് ഈ 2 പരാബോള. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ ഈ ഫോക്കസ് 6,0 എന്ന് പറയുമ്പോൾ y യുടെ വില 0 ആണ്. സോ y യുടെ വില 0 ആകുന്നതുകൊണ്ട് ആ പരാബോളയുടെ ഫോക്കസ് x ആക്സിസിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ഈക്വേഷൻ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാക്കാം. അത് ഇതാണ് a,0, ഇത് -a,0. അപ്പൊ ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ആവുമ്പോൾ ഇതായിരിക്കും. അപ്പൊ ഈ പരാബോള തിരിച്ചറിയുമ്പോൾ അതിന്റെ ഈക്വേഷൻ y² = 4ax. a യുടെ വില 6,
ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 6 into x ഈക്വൽ ടു എന്ത് വരും 24x. ഇതാണ് ഫോക്കസ് 6,0 ഡയറക്ട്രിക്സ് ഇത് വരുവാണെങ്കിലുള്ള പരാബോളയുടെ ഇക്വേഷൻസ്. ഇങ്ങനെ ഫോക്കസ് എന്ന് പരാബോള ഏതാന്നുള്ള ചോദ്യവും പരീക്ഷയ്ക്ക് വരാം. അതിന് നമുക്ക് പ്രത്യേകം 3 മാർക്ക് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഈ 2 ടൈപ്പാണ് പരാബോള എന്ന് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരാം. ഇനി നമുക്ക് അടുത്ത എലിപ്സ് നമുക്ക് 2 ടൈപ്പ് ഓഫ് എലിപ്സ്. ഒന്ന് ഇത് x² by x² plus y² by b² = 1. അതുപോലെ നേരെ തിരിഞ്ഞ് a² y² എന്നതാണ് x² എന്നതാണ് b² എന്ന. ഈ എലിപ്സ് നോക്കി x ആക്സിസിലായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. മറ്റത് y ആക്സിലായിരിക്കും. ഇത് നമ്മൾ തിയറിയിൽ പഠിച്ചതാണ്. എപ്പോഴും a b-യെക്കാളും വലുതായിരിക്കും. ഇവിടെ a വലുതാണെങ്കിൽ എക്സിന് താഴെ എയുടെ വില വലുതാകുമ്പോൾ ആ എലിപ്സ് ഈ എക്സ് ആക്സിസിലും, വൈയുടെ താഴെയാണ് കൂടിയ വില വരുമ്പോൾ അത് y ആക്സിലാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് ഇതിന് വേണ്ട മെയിൻ ഫോർമുല c = √a² minus b². c എന്ന് പറയുന്നത് ഫോക്കസ് കണ്ടുപിടിക്കാൻ വേണ്ടിയ ഫോർമുല. അതുപോലെ ലാറ്റസ് റെക്ടം L = 2b² by a. നമുക്ക് ഫോക്കസ് വേണം, ലാറ്റസ് റെക്ടം വേണം, വെർട്ടെക്സ് വേണം, മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a, മൈനർ ആക്സിസ് 2b. ഇത് രണ്ടിലും കോമൺ ആണ്. പിന്നെ എക്സെൻട്രിസിറ്റി E = c/a. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് എക്സസൈസ് 11.3 സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: x² by 36 plus y² by 16 = 1. നമുക്ക് x² താഴെയാണ് വില കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് എലിപ്സ്. അപ്പൊ അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അപ്പൊ ഈ എലിപ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? x² by 36 എങ്ങനെ എഴുതാം? പ്ലസ് y² by 16 4² = 1. അപ്പൊ എയുടെ വില 6, ബിയുടെ വില 4. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. c = എന്ത് വരും? √a² 36 minus b² 16 = √20. അപ്പൊ സിയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നാ നമുക്ക് കണ്ടുപിടിച്ച് പോവാം. ആദ്യം L കണ്ടുപിടിക്കാം. L എന്ന് പറയുന്നത് 2b². b² എന്ന് പറയുന്നത് 16 by എയുടെ വില 6. വെട്ടിയ 16/3 ആയിരിക്കും Lന്റെ ലാറ്റസ് റെക്ടം Lന്റെ വില. ഇനി നമുക്ക് വേണ്ടത് മേജർ ആക്സിസ്. that is 2a ആണ്. 2 into what is a? 6 = 12. Minor axis = 2b = 2 into 4 = 8 ആയിരിക്കും. അപ്പൊ അതായി മേജർ മൈനർ ആക്സിസ്. ഈ എക്സെൻട്രിസിറ്റി E = c/a. what is c? സിയുടെ വില നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു, √20 എയുടെ വില 6. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇത്രയും നിർത്തിയാലും മാർക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഫോക്കസ് ഏരിയ. ഇവിടെ ഫോക്കസ് ഏരിയ എന്ന് എപ്പോഴും പറഞ്ഞു, ഫോക്കസ്. ഇതിന്റെ ഫോക്കസ് ഇതാണ് c/0 - c/. 2 ഫോക്കസ് ഉണ്ട്. പരാബോളയിൽ ഒറ്റ ഫോക്കസേ ഉള്ളൂ. എലിപ്സ് 2 ഫോക്കസ് ഉണ്ട്. c/0 പിന്നെ -c/. അപ്പൊ ഇവിടെ +or- ഇട്ടാൽ മതി. ഇവിടുത്തെ ഫോക്കസ് വരുമ്പോൾ 0,c-യും 0,-c വരും. കാരണം ഇവിടുത്തെ ഫോക്കസ് y ആക്സിസിലാണ്. അപ്പോൾ y ആക്സിലായതുകൊണ്ട് എക്സിന്റെ വില 0 ആയിരിക്കും. ഇവിടുത്തെ ഫോക്കസ് x ആക്സിലായതുകൊണ്ട് y-യുടെ വില 0. അത് ഓർത്തോണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ ഫോക്കസ് +or- c/യുടെ വില ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു, √20,0. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എലിപ്സിന്റെ ഒരു ടൈപ്പ്. അതേപോലെ ഈ ടൈപ്പിലും, അതായത് y-യുടെ താഴെ കൂടിയ വില വരുന്ന എലിപ്സിന്റെ ഇക്വേഷൻ അതേ സെയിം ഫോർമുല എല്ലാം സെയിം തന്നെയാണ്. ഫോക്കസ് മാത്രം മാറും. കാരണം ഇവിടുത്തെ ഫോക്കസ് y ആക്സിസിലാണ്. ബാക്കി എല്ലാം സെയിം. അതുപോലെ കണ്ടുപിടിക്കാം. ഇനി അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്തുവാ, വെർട്ടെക്സ് തന്നുകൊണ്ട്, വെർട്ടെക്സും ഫോക്കസും തന്നുകൊണ്ട് എലിപ്സിന്റെ ഇക്വേഷൻ നേരെ തിരിഞ്ഞ് നമ്മൾ എങ്ങനെ പരാബോള ചെയ്തു അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അതേ എക്സസൈസ് 11.3 10ാമത്തെ ക്വസ്റ്റ്യൻ. വെർട്ടെക്സ് ഇതാണ്, +or- 5,0. ഫോക്കസ്
നമുക്ക് ഈ ഫോക്കസ് നോക്കിയ 4,0. അപ്പൊ ഫോക്കസ് 4,0 എന്ന് വരുമ്പോൾ അത് എക്സ് ആക്സിസിലാണ്. പിന്നെ വെർട്ടെക്സും വൈയുടെ വില വൈ കോർഡിനേറ്റ് വില 0. അപ്പം ഇതാണ് എലിപ്സിന്റെ ഇക്വേഷൻസ്. അപ്പൊ ഇത്തരം എലിപ്സിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഇത് എഴുതാം. അപ്പൊ ഇത് ഓരോന്ന് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഇവിടെ ആദ്യം സി ഈക്വൽ കണ്ടുപിടിക്കണം. a² - b². അപ്പൊ ഇവിടെ വെർട്ടെക്സ് ആണ് a 5 ആണ്. അപ്പോൾ ഫോക്കസ് സി ഈക്വൽ ടു 4 ആണ്. ഇവിടെ c² ഈക്വൽ ടു a² - b² എന്ന് എഴുതാം. അപ്പോൾ 16 ഈക്വൽ ടു a² - b². b² ഈക്വൽ ടു 9 വരും. സോ b ഈക്വൽ ടു +or -3. സോ എയും ബിയും അറിയാമെങ്കിൽ ഈക്വേഷൻ നേരിട്ട് എഴുതാം. x² / a². a² എത്ര 25 പ്ലസ് y² / b² എത്ര 9 ഈക്വൽ ടു 1. So this is the equation of corresponding given in the vertex and focus in the ellipse in the equations. അപ്പോൾ ഇതാണ് നമുക്ക് നേരത്തെ ഉള്ളത്. വെർട്ടെക്സും ഫോക്കസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുകയും, അതായത് ഈക്വേഷൻ തന്ന് കണ്ടുപിടിക്കുകയും, ഇവിടെ നേരെ തിരിച്ച് വെർട്ടെക്സും ഫോക്കസും തന്ന് ഈക്വേഷൻ എഴുതേണ്ട ക്വസ്റ്റ്യൻസ്. ഇതാണ് നമുക്ക് ഈ കോണിക് സെക്ഷന്റെ 2 ഫോക്കസ് ഏരിയ എന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷൻ അടുത്ത ടോപ്പിക്. അപ്പൊ നമുക്കിവിടെ സാധാരണ നമുക്ക് 2 ആക്സിസ് എക്സ് വൈ ആക്സിസ്, അതായത് 2 ഡയമെൻഷൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇത് 2 ആക്സിസ് ഉള്ളത്. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 3 ആക്സിസ്. അപ്പോൾ മൂന്നാമത്തെ ആക്സിസ് ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ് ആക്സിസ്. ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്ത് ഓറിജിൻ ആയിരിക്കും. ഇവിടുത്തെ ഓറിജിൻ ഇത്. ഇവിടെ 3 കോർഡിനേറ്റ്സ്, അതായത് 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ട്രിപ്ലറ്റ് ആയിട്ടാണ് എക്സ് വൈ ഇസഡിന്റെ 3ന്റെ വില. 3 പ്ലെയിൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ സാധാരണ നമുക്ക് ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എക്സസൈസ് 12.1 ഏത് ഓക്ടന്റ് ആണെന്നുള്ള ചോദ്യമാണ്. അതായത് പോയിന്റ് എന്ന് ഓക്ടന്റ്. നമുക്കറിയാം 2 ആക്സിസ് ഉള്ള 2 ഡയമെൻഷനിൽ 4 ക്വാഡ്രന്റ് എന്ന് പറയുന്ന പോലെ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 8 ഓക്ടന്റ് ആണ്. അതായത് മുകളിൽ 4 മുറിയായിട്ടും താഴെ അതുപോലെ 4 മുറി. താഴെ ഇസഡ് ആക്സിസിന് മാത്രം നെഗറ്റീവ് ആയിരിക്കും. ബാക്കി മുകളിൽ എക്സ് വൈ ഇസഡ്, ഇസഡിന്റെ എല്ലാത്തിന്റെ വില മുകളിൽ പോസിറ്റീവ്. താഴെ 4 ഓക്ടന്റ് ഉള്ള എല്ലാ ഇടങ്ങളിലും 4 ഓക്ടന്റിലെല്ലാം ഇസഡിന്റെ വില നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ അറിയാം. ഇപ്പൊ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കാം. ഒരു ക്വസ്റ്റ്യൻ 1, 2, 3 ഇത് ഏത് ഓക്ടന്റ് ആണെന്നാണ് ചോദ്യം. ഈ പോയിന്റ് ഏത് ഓക്ടന്റ് ആണ്? അതായത് ഈ പോയിന്റിൽ 3 പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ഫസ്റ്റ് ഓക്ടന്റ് ആണെന്ന് ഉറപ്പിക്കുക. ഇനി ഈ ഓക്ടന്റിന്റെ പേര് വളരെ സിമ്പിൾ. എക്സ് ഒ, ഒ എന്ന് പറയുന്നത് ഓറിജിൻ, എക്സ് ഒ വൈ ഇസഡ്. കാരണം 3നും പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആണ് ഡാഷ് ഇട്ടാൽ മതി. ഇപ്പൊ നീ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ സാധാരണ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ പോയിന്റ് തന്നു, അടുത്ത പോയിന്റ് ഇത് ഏത് ഓക്ടന്റ് ആണെന്നാണ് ചോദ്യം. അപ്പൊ ഈ ഓക്ടന്റ് നോക്കിക്കേ, ഇസഡിന് പോസിറ്റീവ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് മുകളിലാണ്. ഇസഡ് ഡാഷ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, അത് നെഗറ്റീവ് ആയിരിക്കും. അത് താഴത്തെ ഓക്ടന്റ് ആയിരിക്കും, 4 ഓക്ടന്റ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലായിരിക്കും. ഇനി ഇത് ഏത് ഓക്ടന്റ് ആണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കി 4 - 2. ഇത് ഒന്ന് മാറ്റുകൊണ്ട്, അല്ലെങ്കിൽ ഇത് മാത്രം ഒന്ന് ഓർക്കുക. 4 - 2. അപ്പൊ ഇത് ഏത് ക്വാഡ്രന്റാ? ക്വാഡ്രന്റ് വെച്ച് നോക്കാം. ഈ 2 കോർഡിനേറ്റ് മാത്രം എടുത്താൽ എക്സിന് പോസിറ്റീവ് വൈക്ക് നെഗറ്റീവ്. അപ്പൊ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്ടന്റ് നമുക്ക് പറയാം. അതിന് കറസ്പോണ്ടിങ് എന്തുവാ? ഇത് മുകളിലുള്ളതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ ഇത് ഫസ്റ്റ് ഓക്ടന്റ്, സെക്കൻഡ്, തേർഡ്, ഇത് ഫോർത്ത്. അപ്പൊ ഇത് ഫോർത്ത് ഓക്ടന്റ് ആണ്. പിന്നെ ഇതിന്റെ പേര് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ. എക്സ് ഇത് ഡാഷ് ആണ്, മൈനസ്. കണ്ടോ? ഓറിജിൻ വൈ ഡാഷ്, ഇത് ഇസഡ് പോസിറ്റീവ്. ഇങ്ങനെ എഴുതിയാൽ മതി പേര്. ഇത് ഓക്ടന്റ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 4, -2, -5. അപ്പൊ ഇത് നെഗറ്റീവ് ആണ് ഇസഡിന്. അപ്പൊ സ്വാഭാവികമായിട്ട് താഴെയാണ്. താഴെ എന്ന് പറയുമ്പോൾ മുകളിൽ 4 ഓക്ടന്റ്, താഴെ എന്ന് പറയുമ്പോൾ 5, 6, 7, 8.
മുകളിൽ 4 ഓക്ടന്റും താഴെ 4 ഓക്ടന്റും, മൊത്തം 8 ഓക്ടന്റ് എന്നറിയാം. അപ്പൊ ഇസഡ് നെഗറ്റീവ് വന്നുകൊണ്ട് താഴെയാണ് ഓക്ടന്റ്. അതിനു മുമ്പായിട്ട് ഇതിന്റെ പേര് നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ് പോസിറ്റീവ് ഓറിജിൻ വൈ ഡാഷ്, കാരണം വൈക്ക് നെഗറ്റീവ് ആണ്, പിന്നെ ഇസഡ് ഡാഷ്. ഇതിന് മാർക്കുണ്ട്. ഇനി ഇത് ഏത് ഓക്ടന്റ് ആണെന്ന് നോക്കാം. അത് നോക്കണമെങ്കിൽ നോക്കിയേ, ഇത് ഏതായിരിക്കും? ഇവിടെ നോക്കിയേ, ഇത് പോസിറ്റീവ് നെഗറ്റീവ് അല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അപ്പോൾ 4-2 ആൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. നാലാമത്തെ ക്വാഡ്രന്റിന്റെ നേരെ താഴെ വരും, കാരണം നെഗറ്റീവ് ആണ് ഈ സെറ്റ്. അപ്പൊ ഇതിന്റെ നേരെ താഴെ വരുന്നത് ഒന്നിന്റെ നേരെ എത്ര? 5, 6, 7, 8. ഇതിന് നേരെ താഴെ 5, ഇതിന് നേരെ താഴെ 6, 7, 8. അപ്പൊ ഇതിന്റെ നേരെ താഴെയാണിത്. അപ്പൊ ഇത് എത്രാമത്തെ ഓക്ടന്റ് ആണ്? 8ാമത്തെ ഓക്ടന്റ്. അങ്ങനെ നമുക്ക് തിരിച്ചറിയാം. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. 4, 2, -5, നാലാമത്തെ പോയിന്റ്. അപ്പൊ ഇതിന്റെ പേര് പറയണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം എഴുതുന്നത് എക്സ് ഓ വൈ ഇസ് ഡാഷ്. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ്. നോക്കി 4, 2. അപ്പൊ ഇവിടെ ഫസ്റ്റിന് നേരെ താഴെ നമുക്കറിയാം 5th ഓക്ടന്റ്. ഇതാണ് ഇതിന്റെ ഇത്രയും. ഈ പിന്നെ അതിന്റെ അടുത്ത ഇതിലേക്ക് പോവാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. നമുക്ക് സാധാരണ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 2 പോയിന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്തുവാ? ഡിസ്റ്റൻസ് d √(x2 - x1) പ്ലസ് y2 - y1 ഇവിടെ 3 ഡയമെൻഷൻ ആയതുകൊണ്ട് എന്ത് വരും? z2 - z1. ഇതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് വരാം. ഉദാഹരണത്തിന് ഡിസ്റ്റൻസ് തന്നെ ഒരു പോയിന്റ്, എക്സസൈസ് 12.2 ഒരു പോയിന്റ് പറയാം. അപ്പം 3 - 3 7 2 and 2 4 -1. ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഫോർമുലയ്ക്ക് മാർക്കുണ്ട്. ഈ പോയിന്റ് എന്തുവാ? x1. അതുപോലെ ഇത് x2 y2 z2. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് √(x2 - 2 - +3) plus 4 - 7) plus -1 z2 -2. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരും? 25. ഇവിടെ എത്ര വരും? 3 അല്ലെ? അതിന്റെ സ്ക്വയർ 9. ഇവിടെ 9. അപ്പൊ എത്ര വരും? 25, 34, 43. അപ്പൊ 43 ആണ് ഇതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്. ഇനി ഇതിന്റെ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. 3ാമത്തെ ക്വസ്റ്റ്യൻ 3. അതേ എക്സസൈസ്, അതായത് ചോദ്യം ഇതാണ്. 3 പോയിന്റ് തന്നിട്ടുണ്ട്. 0 -10 1 6 -6 4 9. ഇത് ആർ ദ വെർട്ടിസസ് ഓഫ് ദ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് 2 സൈഡ് സെയിം ആയിരിക്കും. അപ്പൊ ഇതൊരു ട്രയാങ്കിളിന്റെ 3 വെർട്ടക്സ് ആയിട്ട് സങ്കല്പിക്കുക. എടുക്കാൻ പറ്റും. എടുത്തോണ്ട് അപ്പൊ ഈ 3 വെർട്ടക്സസ് ഇത് ഒരു ട്രയാങ്കിളിന്റെ ആണ്. ഈ ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ നമുക്ക് തെളിയിക്കണം. ഐസോസെലസ് എന്ന് പറയുമ്പോൾ 2 സൈഡ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ സൈഡാ കണ്ടുപിടിക്കാം. ഇത് AB, പിന്നെ BC, AC. അപ്പൊ AB = എന്ത് വരും? AB = x2 - അപ്പൊ 1 - 0 1² പ്ലസ് 6 - 7 ആവുമ്പോൾ അവിടെ 1 പ്ലസ് -6 പ്ലസ് ആവും. അപ്പോൾ 4 ആണ്. അതിന്റെ സ്ക്വയർ 16. B കൊണ്ട് എത്ര വരും? 18. ഇനി AB കണ്ടുപിടിച്ചാൽ അടുത്ത് BC കണ്ടുപിടിക്കാം. വാട്ട് ഈസ് BC? ഇതേ ഫോർമുല. ഇത് x1 y1 z, ഇത് x2 y2 z. അപ്പോൾ 4 - 1 3² പ്ലസ് 9 - 6 അതും 3² എത്ര വരും? 9 ആവും. -6
ഇത് പ്ലസ് ആണ്. അപ്പോൾ രണ്ടും ക്യാൻസൽ 0 ആയി. അപ്പോൾ ഇവിടെ എത്ര വരും? റൂട്ട് 18. ഇപ്പം തന്നെ നോക്കി രണ്ട് സൈഡ് സെയിം ആയി. അപ്പോൾ ഇതുകൊണ്ട് നിർത്താൻ, അല്ലെങ്കിൽ എ സിയും കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കുന്ന ആവശ്യമില്ല, കാരണം ഐസോസെലസ് എന്ന് ചോദിച്ചിട്ടുള്ളൂ, രണ്ട് സൈഡ് സെയിം ആയി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം നിർബന്ധമില്ല. ഇനി ഇൻ കേസ് നിങ്ങൾ എ ബി കണ്ടുപിടിച്ചാൽ അത് എ സി കണ്ടുപിടിക്കുകയാണെങ്കിൽ ബി സി ഉറപ്പായിട്ട് കണ്ടുപിടിച്ചെങ്കിൽ ഈക്വൽ ആകത്തില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തു വന്നപ്പോൾ എ ബി കണ്ടുപിടിച്ച് തൊട്ടടുത്ത് തന്നെ ബി സി കണ്ടുപിടിച്ച് ഈക്വൽ ആയി. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഐസോസെലസ്, അതുപോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അറിയാം, മട്ടത്രികോണം. അപ്പോൾ അതിന്റെ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇട്ടിട്ട് സം ഓഫ് സ്ക്വയർ ഓഫ് അതർ ടു സൈഡ്സ് എന്നൊക്കെ തെളിയിച്ചാൽ മതി. ഇതാണ് ആ ഫോക്കസ് ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അടുത്ത നമുക്ക് 13ാമത്തെ പാഠത്തിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ അതിൽ ആദ്യത്തെ ലിമിറ്റ്സിന്റെ ഓൾജിബ്രിക് ഒരു ഫോർമുല ഉണ്ട്, അതിന്റെ ഒരു ഫോക്കസ് ഏരിയ, അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്താണ് ലിമിറ്റ്സ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുമ്പോൾ, അതായത് എക്സിന്റെ വില എയിലേക്ക് നീങ്ങുമ്പോൾ എഫിന്റെ വില എല്ലിലേക്കാണ് നീങ്ങുന്നത്. നീങ്ങുക എന്ന് പറയുന്നത് ടെൻസ് ടു, അല്ലെങ്കിൽ അപ്രോച്ച്. അതായത് എക്സ് എഫ് ഓഫ് എക്സ്, എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിന്റെ വില നീങ്ങും തോറും ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് താഴോട്ടും പോകുന്നതാണ് എഫ് ഓഫ് എക്സിന്റെ വില. അപ്പം എക്സ് എയിലേക്ക് നീങ്ങുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വില എല്ലിലേക്ക് നീങ്ങുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എൽ എന്ന് പറയാം. എൽ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് വാല്യൂ. ദാറ്റ് മീൻസ് എക്സ് എയിലേക്ക് നീങ്ങുമ്പോൾ ഫംഗ്ഷൻ എല്ലിലേക്ക് നീങ്ങും. അതാണ് ഇതിന്റെ ജനറൽ ആയിട്ട് നമുക്ക് പൊതുവായിട്ട് പറയാനായിട്ട്. ഇപ്പൊ അതിന്റെ ഒരു ഗ്രാഫ് വേണമെങ്കിൽ ജസ്റ്റ് വരച്ച് കാണിക്കുക. ഇത് എ എന്ന് വെച്ചോളൂ. അപ്പോൾ ഇത് എയിലേക്ക്, എക്സിന്റെ വില എയിലേക്ക് നീങ്ങുമ്പോൾ ഇതാണ് എൽ എന്ന് വെച്ചാൽ, അപ്പോൾ ഫംഗ്ഷൻ എങ്ങോട്ട് നീങ്ങും? ഇങ്ങോട്ട് നീങ്ങും തോറും ഫംഗ്ഷൻസ് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ എല്ലിലേക്ക് നീങ്ങും. ഇത് എക്സിലേക്ക് നീങ്ങുമ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ മോഡിലോട്ട് പോകും. അതായത് എല്ലിന്റെ വിലയിലേക്ക്. എല്ലിന്റെ വില എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ്. ഇതാണ് ലിമിറ്റിന്റെ ഗ്രാഫ്, അല്ലെങ്കിൽ ലിമിറ്റിന്റെ ഒരു ഐഡിയ. അപ്പൊ അതിന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്യാം. അത് പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 100. ഇതിന്റെ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇത് ഫംഗ്ഷൻസ്, ഇത് എക്സ് ഒന്നിലേക്ക് നീങ്ങുമ്പോൾ ഇതിന്റെ വില. ഇത് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാമല്ലോ. എക്സിന് 1 ഇട്ട് കൊടുത്താൽ 1 + 1 ബൈ ഇവിടെ 1 ഇട്ട് കൊടുത്താൽ 1 + 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/101. അപ്പോൾ ഈ ഫംഗ്ഷൻസ് എങ്ങോട്ട് നീങ്ങും? 2/100 ആണ് ഒന്നിലേക്ക് നീങ്ങും. അതാണ് ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകുന്ന പ്രത്യേകത നോക്കുക. അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നോട്ട് ഡിഫൈൻഡ് എന്ന് വരും, 0/0 എന്നൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ എന്ത് ചെയ്യണം? അതിന്റെ കോമൺ ഫാക്ടർ എടുത്ത് ക്യാൻസൽ ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്ത് കാണിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 2x² ബൈ ഇവിടെ നിങ്ങൾ എക്സിന് 2 ഇട്ട് കൊടുത്താൽ മോഡിൽ 0 വരും. കാരണം 8 ഇതും -8 ആവും, 0 ആയിപ്പോ. അതുപോലെ ഡിനോമിനേറ്ററിൽ എക്സിന് 2 ഇട്ട് കൊടുത്താൽ ഇതും 0 വരും. കാരണം 4 ഇവിടെ 6 10 വരും, ഇവിടെ -5 2 ഇട്ട് കൊടുത്താൽ -10. അപ്പൊ ഇങ്ങനെ 0/0 വന്നാൽ ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ആ വില അതിന് ആ ലിമിറ്റ് വാല്യൂ അല്ല. അപ്പൊ അങ്ങനെ വരുന്ന ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ ഈ വാല്യൂ ഡിഫൈൻഡ് ആണ്, പക്ഷെ ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഇങ്ങനെ നോട്ട് ഡിഫൈൻഡ് വരുവാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഇതിൽ നിന്ന് നമുക്ക് x² വെളിയിലെടുത്താൽ എന്ത് വരും? x - 2 ബൈ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ എന്ത് വരും? ആഡ് ചെയ്ത -5 മൾട്ടിപ്ലൈ ചെയ്ത 6. അപ്പൊ x - 2 × x - 3 എന്ന് എഴുതാം. ഇതിനെ ആഡ് ചെയ്ത -5 മൾട്ടിപ്ലൈ ചെയ്ത 6. ഇത് രണ്ടും വെട്ടിപ്പോ. ബാക്കി x² x - 2 ഇതിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്തേ എക്സിന് 2 ഇട്ട് കൊടുത്താൽ എന്തൊരു 4 ഇവിടെ എക്സിന് 2 ഇട്ട് കൊടുത്താൽ എന്തൊരു -. അപ്പൊ ഇതാണ് ഇതിന്റെ ലിമിറ്റ് വാല്യൂ, ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് വാല്യൂ. ഇതല്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നോട്ട് ഡിഫൈൻഡ് വന്നാൽ ഇതുപോലെ ഫാക്ടർ കണ്ടുപിടിച്ച് മാറ്റി ചെയ്യുക. അതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് 2-3 ഞാൻ ഒരു അസൈൻമെന്റ് ആയിട്ട് തരാം, അതൊന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്ത് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. ഇനി നമുക്കിവിടെ
ഫോക്കസ് ഏരിയ പറയുന്നത് ഒരു ഫോർമുലയാണ്, ഓൾജിബ്രിക് ഫോർമുലയാണ്. ലിമിറ്റിന്റെ ഓൾജിബ്രിക് ഫോർമുലയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ എൻ ഇൻറ്റു എ റൈസ് എൻ. ഇതൊരു ഫോർമുല. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലിമിറ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഈ ഫോർമുല ആണെന്ന് ഓർത്തോളുക. ഈ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമെന്നെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15 മൈനസ് 1ന്റെ പവർ എന്തുമായാലും കുഴപ്പമില്ല, അതുകൊണ്ട് 1ന്റെ പവർ 15 എന്ന് എഴുതി. കാരണം ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട രീതി വരണം. അതുപോലെ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1, മുകളിലും ഞാൻ എക്സ് മൈനസ് 1 ഡിവൈഡ് ചെയ്ത്, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ അതുപോലെ മൈനസ് ഈ 1നെ എങ്ങനെ എഴുതാം 1 റൈസ് ടു 10. അപ്പൊ ഇവിടെ ഒരു എക്സ് മൈനസ് 1, മുകളിൽ എക്സ് മൈനസ് 1 ഡിവൈഡ്, അതുപോലെ തന്നെ താഴെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് വില മാറത്തില്ല, അതാണ് ഈക്വൽ. ഇനി മുകളിൽ ഇതേ ലിമിറ്റ് കൊടുത്തു, താഴെ ഇതേ ലിമിറ്റ് കൊടുക്കാം. അപ്പൊ എന്തൊരു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 1 റൈസ് ടു ബൈ എക്സ് മൈനസ് 1 ബൈ limit x tends to 1 x raised to 10 minus by x minus 1. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഫോർമുല നോക്കിക്കേ. ഈ ഫോർമുല എയുടെ വില 1 ആണ്, എന്നിന്റെ വില 15 ആണ്. അപ്പൊ ഈ ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ എന്ത് വരും? ഈക്വൽസ് എന്നിന് വരും 15 ഇൻറ്റു എ റൈസ് ടു 1 റൈസ് ടു 15 മൈനസ് 1 എത്ര? ബൈ. അപ്പൊ ഇതിന്റെ കഴിഞ്ഞു. ഇനി താഴെ ഇതിന്റെ അതേപോലെ ഫോർമുല. ഇവിടെ എന്നിന് എത്ര? 10. അപ്പൊ 10 ഇൻറ്റു എ 1 ആണ്, 1 റൈസ് ടു 10 മൈനസ് 1 9. അപ്പൊ 1ന് പവർ എത്രയായാലും 1 തന്നെയാണ്. അപ്പൊ 15/10. ഇത് വെട്ടി എത്ര വരും? 5ന് വെട്ടാം. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ലിമിറ്റ് വാല്യൂ. അപ്പൊ ഇത് ഓൾജിബ്രിക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഇനിയൊരു ക്വസ്റ്റ്യൻ, ഫങ്ഷൻസിന്റെ ലിമിറ്റ്, അതായത് 2 ഫംഗ്ഷൻ ആയിട്ട് തരുമ്പോൾ അതിന്റെ പീസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ്, അതോ എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ലിമിറ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ എക്സിന്റെ വില 1ന് താഴെയും ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പൊ 2 രീതിയിലാണ്, ഒന്നിന്റെ റൈറ്റ് സൈഡിലും ഒന്നിന്റെ ലെഫ്റ്റ് സൈഡിലും. ഇവിടെയാണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന 2 കാര്യം ഇവിടെ വരുന്നത്. ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്. കാരണം നേരത്തെ ഉള്ള ക്വസ്റ്റ്യനൊക്കെ ഒറ്റ സിംഗിൾ ലിമിറ്റിലായിരുന്നു. ഇപ്പൊ ഇവിടെ പീസ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന് 2 പീസായിട്ടാണ് വരുന്നത്. എക്സ് ലെസ് ദാൻ ആർ ഈക്വൽ ടു 1 ഇങ്ങനെ, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ന് പറയുമ്പോൾ ഇതിന് 2 വാല്യൂ കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് ലെഫ്റ്റിൽ നിന്ന് വരുന്ന ലിമിറ്റും റൈറ്റിൽ നിന്ന് വരുന്ന ലിമിറ്റും ഒരേ വാല്യൂലായെങ്കിൽ ആ വാല്യൂ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് വാല്യൂ എന്ന് പറയും. റൈറ്റ് ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇത് 1 മൈനസ് എക്സിന്റെ വില 1ന് കൂടി. അപ്പോൾ ഫംഗ്ഷൻ എന്തോ ഇവിടെ എക്സിന് 1 ഇട്ട് കൊടുത്താൽ മൈനസ് ഈക്വൽ ടു that is limit x tends to 1 minus എന്ന് പറഞ്ഞാൽ ഇതാ. അവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് വരെ എക്സിന് 1 ഇട്ട് കൊടുത്താൽ ഈക്വൽ ടു 0. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് 0, റൈറ്റ് ലിമിറ്റ് ടു -2. അപ്പൊ ഇതിന് ലിമിറ്റ് ഇല്ല. എന്തെഴുതാൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ 2 ഒന്നാണെങ്കിൽ അതേ വില തന്നെ. അപ്പൊ ഞാനിവിടെ എടുത്ത ക്വസ്റ്റ്യന് 1 അല്ല. അപ്പൊ ഇത്തരം പീസ് ഫംഗ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഓൾജിബ്രിക് ആ ഫോർമുല എക്സ് റൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് n മൈനസ് എ റൈസ് n ബൈ എച്ച് മൈനസ്, അത്രയും ഫോർമുല ഈ 2 ഉള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ.
ഇനി ഇതിന്റെ ഡെറിവേറ്റീവിലേക്ക് പോവാം. ഡെറിവേറ്റീവിലും ഒരു ഫോക്കസ് ഏരിയ, ഡെറിവേറ്റീവ് ഓഫ് ദ പോളിനോമിയൽ ഡെറിവേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അതും ഒരു ഫോക്കസ് ഏരിയ ഉള്ളൂ. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ഫോർമുല നമുക്ക് ഒന്ന് പഠിച്ചിരിക്കണം. ഒന്ന് പ്രോഡക്റ്റ് റൂൾ, പിന്നെ കോഷ്യൻ റൂൾ. ആ രണ്ട് ഫോർമുല നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ബോർഡിൽ എഴുതാം. ഡെറിവേറ്റീവ്സ്, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. d/dx ഓഫ് u ഇൻറ്റു വി. രണ്ട് ഫംഗ്ഷൻസ്, u ഒരു ഫംഗ്ഷൻസ്, v ഒരു ഫംഗ്ഷൻസ്. പ്രോഡക്റ്റ് റൂൾ എന്തുവാ? u ഇൻറ്റു dv/dx, അതായത് v യെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക പ്ലസ് v ഇൻറ്റു u ഡെറിവേറ്റ് ചെയ്യുക. ഇത് പ്രോഡക്റ്റ് റൂൾ. ഇനി നമുക്ക് കോഷ്യൻ റൂൾ. ദാറ്റ് ഈസ് എന്തുവാ? d/dx ഓഫ് u ഡിവൈഡഡ് ബൈ v. ഓൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. രണ്ട് ഫംഗ്ഷൻസ് ഇതിനെ ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ എന്തുവാ? ദാറ്റ് ഈസ് v സ്ക്വയർ. ഡിനോമിനേറ്റർ സ്ക്വയർ v ഇൻറ്റു du/dx. ഡിനോമിനേറ്ററിന്റെ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് u ഇൻറ്റു ഈ രണ്ട് ഫംഗ്ഷൻസ്, രണ്ട് ഫോർമുല ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഡെറിവേറ്റീവ് ചെയ്യാം. ഡെറിവേറ്റീവ് നമുക്ക് സാധാരണ പോളിനോമിയൽ ഡെറിവേറ്റീവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് എക്സസൈസിൽ തന്നെ ചെയ്യാം. പേജ് നമ്പർ 313, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം നമുക്ക് നേരിട്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുല ഡെറിവേറ്റീവ് d/dx ഓഫ് x റൈസ് ടു n. ഇത് ഫോർമുല എന്തൊരു n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. അപ്പോൾ നമുക്ക് ഇത് സാധാരണ d/dx ഓഫ് x റൈസ് ടു 15 എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്തൊരു 50 ഇൻറ്റു x റൈസ് ടു 50 മൈനസ് 1 ഈക്വൽ എന്തുവാ? 50 ഇൻറ്റു x റൈസ് ടു 49. അപ്പോൾ ഇതൊക്കെ ഒരു മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. 9-1 2x മൈനസ് 3/4. അപ്പൊ ഇതിനെ ഡെറിവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ d/dx ദാറ്റ് ഈസ് ഇക്വൽ ടു, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. സം റൂൾ എന്ന് പറയുന്നത്, അതായത് ഇതിനെ ഡെറിവേറ്റ് ചെയ്ത് സം ചെയ്താൽ മതി. മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യാം. അപ്പോൾ 2x ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊരു 2 ഇൻറ്റു 2 കോൺസ്റ്റന്റ് പുറത്തെടുത്തുകൊണ്ട് x ഡെറിവേറ്റ് ചെയ്യണം. x ഡെറിവേറ്റ് ചെയ്താൽ 1. 3/4 എന്തൊരു കോൺസ്റ്റന്റിനെ ഡെറിവേറ്റ് ചെയ്താൽ 0. അത് നമുക്ക് ഇവിടെ എഴുതി വെച്ചോളൂ. d/dx ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1. d/dx ഓഫ് എന്തുവാ? കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട്, ഒന്നും ചേഞ്ച് ഇല്ല. എന്ത് സംഭവിച്ചാലും ചേഞ്ച് ആകത്തില്ല. അപ്പോൾ ഈ കോൺസ്റ്റന്റിനെ ഡെറിവേറ്റ് ചെയ്താൽ 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ കിട്ടുന്നത്. ഇത് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5x³ പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു x മൈനസ് 1. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. കാരണം ഇതൊരു ഫംഗ്ഷൻസ് ഇടയ്ക്ക് ഇൻറ്റു ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പ്രോഡക്റ്റ് റൂൾ എഴുതാം. ഇതിന് ഒരു മാർക്കുണ്ട്. അപ്പൊ ഇത് u ആയിട്ടും ഇത് v ആയിട്ടും. അപ്പൊ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്ത് d/dx അല്ലെങ്കിൽ dy/dx u ഇൻറ്റു വാട്ട് ഈസ് u അങ്ങനെ എഴുതാം. That is 5x³ dv/dx. ഇത് ഡെറിവേറ്റ് ചെയ്യണം. ഇതിനെ ഡെറിവേറ്റ് ചെയ്യാൻ എന്തുവാ? ഇത് അങ്ങനെ നമുക്ക് ഇടയ്ക്ക് മൈനസ് ഓരോന്ന്. എക്സ് ഡെറിവേറ്റ് ചെയ്താൽ ഇവിടെ 1 മൈനസ് 1 ഡെറിവേറ്റ് ചെയ്താൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 പ്ലസ് v ഇൻറ്റു dv/d. ഇതാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുന്നത് 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. x³ ഇതാ ഫോർമുല. എക്സ് റേസ് എന്നാകുമ്പോൾ n ഇൻറ്റു എക്സ് റേസ്. അപ്പൊ x³ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സ് റേസ് 3 മൈനസ് 1 എത്ര? 2 പ്ലസ് ഇടയ്ക്ക് പ്ലസ് 3x ഡെറിവേറ്റ് ചെയ്താൽ വരും 3 ഇൻറ്റു എക്സ് ഡെറിവേറ്റ് 1 ആയിപ്പോ. പിന്നെ മൈനസ് 1 ഡെറിവേറ്റ് 0. അപ്പൊ ഇത്രയും എഴുതിയാൽ മതി, ഫുൾ മാർക്കായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5x³ പ്ലസ് 3x മൈനസ് 1. അതുപോലെ തന്നെ ഇത് അങ്ങനെ എഴുതാം. പ്ലസ് ഇടയ്ക്കുള്ള പ്ലസ് മറക്കല് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 15x² പ്ലസ് 3. ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ്.
ഇനി ഇതിന്റെ ഒരു കോഷ്യന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കും, കോഷ്യന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഡെറിവേറ്റീവ് ക്വസ്റ്റ്യൻസ്. അതും എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു 2x plus 3 by x minus 2. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂൾ എഴുതാം. ഈ റൂൾ ഇതേപോലെ ഇവിടെ എഴുതാം. അതിന് 1 മാർക്കുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ന്യൂമറേറ്റർ യു ഫോർമുല അപ്ലൈ ചെയ്യാം. dy by dx equal b square x minus to the whole square b into d അങ്ങനെ into du by d. ഇതിനെ ഡെറിവേറ്റ് ചെയ്യണം. ഇതിനെ ഡെറിവേറ്റ് ചെയ്താൽ എന്തുവാ 2y എടുത്തുള്ളൂ. എക്സ് ഡെറിവേറ്റ് ചെയ്താൽ 3 ഡെറിവേറ്റ് ചെയ്താൽ പ്ലസ് 0 മൈനസ് വാട്ട് ഈസ് യു ഇതാണ് 2x plus 3 into dv by d. ഇതിനെ ഡെറിവേറ്റ് ചെയ്താൽ എന്തൊരു ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ളത് ഡെറിവേറ്റീവ് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻസ്. അപ്പൊ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ 2 അകത്തോണ്ട് പോയാൽ 2x മൈനസ് 4 മൈനസ് അകത്തോണ്ട് പോയാൽ മൈനസ് 2x മൈനസ് 3. ഇപ്പൊ രണ്ടും വെട്ടിപ്പോവും. ശരിയല്ലേ? മൈനസ് 2 എന്തൊരു മൈനസ് 7 by x minus 2 the whole square. x minus 2 the whole square. ഇതാണ് അതിന്റെ ആൻസർ. 7 by മൈനസ് 7 by x minus 2 the whole square. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ ഈ 3 പാഠത്തിന്റെ ഫോക്കസ് ഏരിയ നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ ഇതിന്റെ അഡീഷണൽ അസൈൻമെന്റ് ആയിട്ട് തരാം. അത് ഇതേ ടൈപ്പിലുള്ള ഈ ഫോക്കസ് ഏരിയ നിന്നുകൊണ്ടുള്ള പ്രോബ്ലം തന്നെ തരാം. അത് നിങ്ങളൊന്ന് എടുത്ത് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ.